നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയത്. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും, ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ കൂട്ടി, അംഗനവാടി വർക്കർമാരുടെയും പാചക തൊഴിലാളികളുടെയും പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് അധികാരത്തിലേറിയതിന് പിന്നാലെ തന്നെ UDF മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പദ്ധതിയായ K-Rail പദ്ധതി റദ്ദാക്കി. കഴിഞ്ഞ നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഉൾപ്പെടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച സംഭവത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചു. അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയും അതോടൊപ്പം തന്നെ LDFിൻ്റെ പദ്ധതികൾ നിർത്തലാക്കിയുമാണ് തുടക്കത്തിൽ തന്നെ വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുമോ വി.ഡി. സതീശൻ സർക്കാരിന്? ഈ വിഷയമാണ് ഓപ്പൺ ഫോറം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് MP അരവിന്ദാക്ഷൻ, CPI നേതാവ് CP ഷൈജൻ, BJP നേതാവ് AV സനിൽ എന്നിവരാണ്. 3 പേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ MP അരവിന്ദാക്ഷൻ, തുടക്കം തന്നെ അടിപൊളിയാക്കി വി.ഡി. സതീശൻ സർക്കാർ എന്നൊക്കെയാണ് പൊതുജനാഭിപ്രായം. ഈ KSRTCയിൽ സൗജന്യ യാത്രാ പ്രഖ്യാപനമൊക്കെ തന്നെ ജനങ്ങൾ വലിയ കയ്യടികളോടെയാണ് സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം K-Rail പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമൊക്കെ വന്നിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അങ്ങോട്ടും ഇനി ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വി.ഡി. സതീശൻ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ കഴിയുന്നത് ആദ്യ സൂചനകളാണ് കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. അതിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വരവ് പോലെയാണ് ചെലവാക്കൽ. ആ വരവുണ്ടാക്കുന്നതിൽ LDF സർക്കാർ പരാജയപ്പെട്ടു. വരവുണ്ടാക്കുന്നതിൽ പൂർണ്ണ സംതൃപ്തിയോടെ വരവുണ്ടാക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹം മുൻപ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഡിബേറ്റിന് വിളിച്ച് തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്തി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയ അഭിപ്രായം പറഞ്ഞ ഒരു നേതാവാണ്. അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. അദ്ദേഹം വരവുണ്ടാക്കും, പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ അതിലൂടെ സാധിക്കും എന്നുള്ള കൃത്യമായ ഉറപ്പുണ്ട്. LDF സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും പിൻവലിക്കുക എന്നുള്ളത് നയമല്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് എതിരായി വന്നു ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച പദ്ധതി, രാഷ്ട്രീയത്തോടെയും ധിക്കാരത്തോടെയും കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ചില പദ്ധതികൾ, അതിനെതിരെ ജനരോഷം ഉണ്ടായിരുന്നു. ആ ജനരോഷത്തിന് മുമ്പിൽ നിന്ന് നയിച്ച നേതാവാണ് ശ്രീ വി.ഡി. സതീശൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സൂചന അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ജനങ്ങൾ വി.ഡി. സതീശന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ്മാരുടെ കൂട്ടത്തിൽ അവരുടെ നടപടി അന്വേഷണത്തിന്റെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു. അതും തികച്ചും അർഹതപ്പെട്ടതാണ്. ജനങ്ങളെല്ലാവരും TV-യിൽ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ കാറിൽ നിന്ന് ഗവൺമെന്റ് ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് മാത്രമേ അത് കേരളത്തിൽ കാണാൻ സാധിക്കാതിരുന്നു. ബാക്കി ജനങ്ങൾക്കൊക്കെ കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ആ നിയോജകമണ്ഡലത്തിൽ തന്നെ MLA തെരഞ്ഞെടുത്ത് കോൺഗ്രസ്സുകാരനായ യൂത്ത് കോൺഗ്രസ്സുകാരനായി ഈ അടികൊണ്ട യൂത്ത് കോൺഗ്രസ്സുകാരനും തെരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷകരമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ K-Rail ഉൾപ്പെടെ K-Railനെതിരെ കേരളത്തിൽ ഉയർന്നു വന്ന സമരത്തെ രാഷ്ട്രീയത്തോടെയും ധിക്കാരത്തോടെയും അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷെ ജനങ്ങൾ അതിനും തിരിച്ചടിച്ചു. അതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു നടപടിയായിട്ടാണ് ഇന്നലത്തെ മന്ത്രിസഭയോ K-Rail പദ്ധതി പിൻവലിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. അതുപോലെ തന്നെയാണ് KSRTCയിൽ സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള സൗജന്യം, അതടുത്ത മാസം മുതൽ കൊടുക്കാൻ തീരുമാനമാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗ്രതയോടെ ദ്രുതഗതിയിൽ തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സർക്കാരിന് അതിനാവശ്യമായ ജനപിന്തുണയുണ്ട്, പിൻബലമുണ്ട്. അത് വെച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കും. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത, ഒരു പക്ഷേ കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ 111 അസംബ്ലി സീറ്റും 20 പാർലമെന്റ് സീറ്റും കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ആ രീതിയിലേക്ക് എത്തിയ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അന്ന് കോൺഗ്രസിനുള്ളതിനേക്കാൾ 62 കോൺഗ്രസിന് 63 സീറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ജനവിധി വളരെ വളരെ സ്ട്രോങ് ആയ ജനവിധി UDFന്റെ കൈവശമുണ്ട്. ആ ജനവിധിയെ മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ഈ സർക്കാർ വളരെ നല്ല ക്ഷേമകരമായ ഒരു സർക്കാരായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, ശ്രീ CP ഷൈജൻ, ഈ VD സതീശൻ സർക്കാരിൻ്റെ തുടക്കം മികച്ചതാണെന്നാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം. അതെങ്ങനെയാണ് LDF നോക്കിക്കാണുന്നത്? ഈ തുടക്കം മികച്ചതാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ LDFന്? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം LDFനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ളതാണ്. തീർച്ചയായും ഈ ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ്. ഇത് പറയുമ്പോൾ MD അരവിന്ദാക്ഷൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, വരുമാനം വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ LDF ഗവൺമെന്റ് സ്ഥാനമൊഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിലെ അവസാനത്തെ ബഡ്ജറ്റ് മാർച്ച് മാസം ട്രഷറിയിൽ ടിക്കറ്റ് ക്യാഷായി 6000 കോടി രൂപയുണ്ടായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ VD സതീശൻ പറഞ്ഞത് കേരളത്തിലെ ട്രഷറികളിൽ ബഡ്ജറ്റ് പൂച്ച പെറ്റ് കിടക്കുന്നു എന്നതാണ്. അങ്ങനെ പൂച്ച പെറ്റ് കിടക്കുന്ന ആ ട്രഷറികളിൽ ബഡ്ജറ്റ് തീർച്ചയായും അങ്ങനെ ഉള്ള ആ ട്രഷറിയിൽ നിന്നുള്ള പണം കൊണ്ടാണ് ഇപ്പോ ഇവർ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പൂച്ച പെറ്റ് കിടക്കുന്ന ഒരു ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയും? ഇത് പൊള്ളത്തരാണ്. UDF ഗവൺമെന്റിന്റെ ആദ്യ നാളുകളിലെ കാപട്യാണ് ഇപ്പോ ഇതുവഴി കാണുന്നത്. അത് സംബന്ധിച്ച് കാര്യം കാണാൻ കഴിയും. തീർച്ചയായും കേരളത്തിലെ LDF ഗവൺമെന്റ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുണ്ട്. അത് ആ വികസന കാര്യങ്ങളിലും ക്ഷേമ കാര്യങ്ങളിലും UDF അത് തുടരും എന്നുള്ളതാണ്. അതിനെല്ലാ പിന്തുണയും കേരളത്തിലെ LDF, കേരളത്തിലെ പ്രതിപക്ഷം നൽകും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഭരണം വന്നിട്ടല്ലേ ഉള്ളൂ, 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. കാണാം, കാത്തിരുന്ന് കാണാം. തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് എന്താണോ പ്രതിപക്ഷം ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പ്രതിപക്ഷം തയ്യാറാവും. മുൻവിധിയോടുകൂടി ഒരു കാര്യങ്ങളെയും സമീപിക്കാൻ ഞങ്ങൾ ആ നിലയിൽ നേരത്തെ UDF സ്വീകരിച്ച നിലപാട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കില്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആശാ വർക്കർമാരുടെ 3000 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ 500 രൂപ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് പടിപടിയായി 10 വർഷക്കാലം കൊണ്ടാണ് 9000 രൂപ ആശാ വർക്കർമാർക്ക് വർദ്ധിപ്പിച്ചത്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നിൽക്കുകയാണ്. 21000 രൂപയും അവർക്ക് വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സമരം പിൻവലിക്കൂ എന്നാണ് ആശാ വർക്കർമാർ കഴിഞ്ഞ ദിവസം ഇന്നലെയും അവർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അവരെ ചേർത്ത് പിടിക്കുക, സംരക്ഷിക്കുക എന്ന നിലപാടാണ് 500-ൽ നിന്ന് 9000 രൂപയായി വർദ്ധിപ്പിച്ചപ്പോ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ LDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള LDF ഇറങ്ങുമ്പോ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള നിരവധിയായ കാര്യങ്ങളുണ്ട്. പണം ഇവിടെ GST ഉൾപ്പെടെ കാര്യങ്ങളിൽ ഇവിടെ VD സതീശൻ തോമസ് ഐസക്കും തമ്മിലുള്ള സംവാദത്തെ സൂചിപ്പിച്ചല്ലോ. ആ സംവാദത്തിനകത്ത് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഏക നികുതി സംവിധാനം പഠന സംവിധാനത്തിനകത്ത് സംസ്ഥാനങ്ങൾക്ക് ആണ് ഏറ്റവും വലിയ ആഘാതം ലഭിക്കുന്നത്. ആ കിഫ്ബി വഴി കേരളത്തിനകത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികളുണ്ട്, പരിഷ്കാരങ്ങളുണ്ട്, പ്രവൃത്തിയുണ്ട്. ഇത് നിങ്ങൾ തുടരുമോ? കേന്ദ്ര ഗവൺമെന്റ് അതേ നിലയിലുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ
അതിന് ബദൽ സാമ്പത്തിക സ്രോതസ് രൂപപ്പെടുത്താൻ കേരളത്തിലെ LDF ആവിഷ്കരിച്ച വഴി കേരളത്തിന്റെ വികസന രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കിഫ്ബിയിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. സാമ്പത്തിക വരുമാനം ഒരു പുതിയ വഴി കണ്ടെത്തിയാണ് കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ VD സതീശനും അതേപോലെ തന്നെ MMS ഒക്കെ പറഞ്ഞതാണ് കിഫ്ബിയെ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇല്ലാതാക്കാം. എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെയാണ് സമീപനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തുറന്ന മനസ്സോടെ കേരളത്തിലെ പ്രതിപക്ഷം ഭരണപക്ഷം സ്വീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളെയും ആ അർത്ഥത്തിൽ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന സമീപനമായിരിക്കും കേരളത്തിലെ LDF സ്വീകരിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ശരി, ശ്രീ AV സനിൽ, ഇത് BJPക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല 3 സീറ്റിൽ വിജയിച്ച് കയറാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ 3 അംഗങ്ങൾ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാവുകയും ചെയ്യും. UDFന്റെ ഒരു തുടക്കത്തെ എങ്ങനെയാണ് BJP കാണുന്നത്? UDF മന്ത്രിസഭയ്ക്ക് VD സതീശൻ സർക്കാരിന് എല്ലാ പിന്തുണയും, കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും പ്രധാനമന്ത്രി വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. അല്ല, ഇതേ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭരണത്തെ വളരെ വ്യക്തമായി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകവും അതുപോലെ തന്നെ കേന്ദ്ര ഘടകവും നോക്കിക്കാണും. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു സർക്കാർ ഇപ്പോ വന്നതേ ഉള്ളൂ. സർക്കാരിന് ഒരു മാർക്കിടേണ്ട ഒരു ടൈമോ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു സമയമോ ആയിട്ടില്ല എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോയി. കാരണം 2 മുന്നണിയുടെയും പ്രതിനിധികൾ ഇവിടെ പറഞ്ഞതുപോലെ കേവലം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ ഈ സംസ്ഥാനം 10 വർഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഇവിടെ കാഴ്ചവെച്ച് കണ്ടിരുന്നു. ജനങ്ങൾ അനുഭവിച്ചതാണ്, അങ്ങനെ അനുഭവിച്ചറിഞ്ഞതാണ്. സ്വാഭാവികമായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിയായി വന്നിരിക്കുക. അപ്പൊ അദ്ദേഹം വന്നപ്പോഴൊക്കെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. ഒരു ജനകീയ ഒരു സർക്കാർ മുൻപോട്ട് വന്നപ്പോ വളരെ ചിലപ്പോ പ്രതീക്ഷയോടെ ആയിരിക്കും കാണുന്നുണ്ടാവും. സത്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ ഈ കാശ് കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെയും ജനാധിപത്യ സംവിധാനത്തിനെയും ബോധിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളിപ്പോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് സൗത്ത് സദേൺ സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും അതിന്റെ ചുവട് പിടിച്ചായിരിക്കാം നിങ്ങൾ ഇവിടെ KSRTCയിൽ അത് പ്രഖ്യാപനങ്ങളൊക്കെ നല്ലതാണ്, നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഈ KSRTCയിൽ നിങ്ങൾ നടപ്പിലാക്കിയ ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങൾ, നിങ്ങൾ ഈ യാത്ര, സ്ത്രീകൾക്കുള്ള യാത്ര, ഫ്രീ യാത്ര നിങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്ന് കേരളത്തിലെ ജനങ്ങളെ വ്യക്തമാക്കണം. കാരണം കേവലം ഒരു ഭരണം കിട്ടിയതുകൊണ്ട് മാത്രം പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ പോരാ. ഇന്ന് KSRTCയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഏത് നിമിഷവും പൂട്ടാൻ പോകുന്ന ഒരു കോർപ്പറേഷനാണ് കേരളത്തിലെ 1ാമത്തെ പൊതുമേഖലാ ഒരു സ്ഥാപനമാണ് KSRTC. അപ്പൊ ആ KSRTCയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഇത് നടപ്പിലാക്കും എന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ട്. കാരണം ഈ 3 പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ കേരളത്തിന്റെ ഖജനാവിൽ 400 കോടിയോളം ചിലവാണ് അധിക ചെലവിലേക്ക് വരുന്നത്. ഞങ്ങൾ പഠിച്ചെടുത്ത 400 കോടിയോളം രൂപ അധിക ചെലവിലേക്ക് വരും. അപ്പൊ ചെലവാക്കാൻ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകും. പക്ഷെ അത് വരുമാനം കണ്ടെത്താനുള്ള സ്രോതസ്സുകൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത്. കാരണം ഒരു റവന്യൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതിന്റെ റവന്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുക, അല്ല നടപ്പിലാക്കുക? വികസന പ്രഖ്യാപനം 1,38,600 കോടി രൂപയാണ് ഒരു ബജറ്റ് 24-25 ബജറ്റിൽ ഇവിടെ അവതരിപ്പിച്ച ബജറ്റ്. അപ്പോ ആ ബജറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,800 കോടിയോളം മദ്യം വിറ്റിട്ടും 12,000 കോടിയോളം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ലോട്ടറിയിലൂടെയാണ്. അപ്പൊ ഈ 12,500 കോടി നിങ്ങൾ ലോട്ടറിയിലൂടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിന്റെ സമ്മാന തുകയും അതിന്റെ അച്ചടച്ചിലവും മറ്റു ചെലവുകളും കഴിച്ച് കേവലം 1,000 മുതൽ 2,000 കോടി വരെ മാത്രമേ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഏത് പണം കൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും? അതുപോലെ തന്നെ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ, വ്യവസായങ്ങൾ, വിദ്യാഭ്യാസം.
അപ്പൊ ഇതൊക്കെ നടപ്പിലാക്കേണ്ട ഒരു സംവിധാനം നിങ്ങൾ കണ്ടെത്തണം. കാരണം കർണാടകത്തിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അവർക്ക് ഗ്രോസ് റവന്യൂ ഉള്ള സംസ്ഥാനങ്ങളാണ്. അവർക്ക് വ്യാവസായിക മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും സർവീസ് സെക്ടർ മേഖലകളിലായാലും അവർക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഗവൺമെന്റുകളാണ്, സ്വന്തം കാലിൽ നിൽക്കുന്ന ഗവൺമെന്റുകളാണ്. അപ്പോൾ അവരുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വെച്ചാൽ അത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് സാധാരണ കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനവും ഒക്കെ വലിയ പ്രതീക്ഷയോടെ കാണുന്നുണ്ടാവും UDF സർക്കാർ. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് വാഗ്ദാനം പ്രധാനമന്ത്രി തന്നെ നേർന്നിട്ടുണ്ടല്ലോ. കേന്ദ്രത്തിന്റെ പദ്ധതികൾ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടപ്പിലാക്കിയ പിണറായി വിജയൻ സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്രദമാവുന്ന ആയുഷ്മാൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഇൻഷുറൻസ് പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൂടെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ സംവിധാനവും അതിനുള്ള സപ്പോർട്ടും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ശ്രീ MP അരവിന്ദാക്ഷൻ, ശ്രീ AV സനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നല്ലതാണ്, അത് ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വരുമാന സ്രോതസ്, ഈ KSRTC ഒക്കെ തന്നെ നിലവിൽ വലിയ ലാഭത്തിലാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അതിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ എന്നത് ശരിയാണ്. പക്ഷേ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ അത് വീണ്ടും KSRTCയെ നഷ്ടത്തിലേക്ക് നയിക്കാൻ ഇടയാക്കില്ല. മാത്രവുമല്ല, ഈ KSRTCയിൽ നിങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളൊക്കെ തന്നെ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയുമാണ്. UDF സർക്കാർ മുൻപും കേരളം ഭരിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടല്ല. അപ്പോഴൊക്കെ കേരളത്തിന്റെ സാമ്പത്തിക നില വളരെ ഭദ്രമായിരുന്നു. അന്നൊന്നും തന്നെ സാമ്പത്തിക നില മോശമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ജനക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും വളരെ നല്ല പുരോഗമനപരമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും വികസനങ്ങളും നടത്തിക്കൊണ്ടായിരുന്നു കേരളത്തിലെ മുൻകാല UDF ഗവൺമെന്റ് പോയത്. ഏറ്റവും ഒടുവിലായി പിണറായി വിജയൻ സർക്കാർ 10 വർഷം മുമ്പേ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ UDF സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക നില വളരെ ഭദ്രമായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഇന്ന് 10 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ 6.5 ലക്ഷം കോടി രൂപ കടത്തിലാണ് കേരളം എന്നുള്ളതാണ് വസ്തുത. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഡിബേറ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ലായിരിക്കാം. പക്ഷേ 5-10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറങ്ങാൻ പോവുകയാണ്. അതിനെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന KM ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ തയ്യാറാക്കി ആ സമിതി കേരളത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള കാര്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ധവളപത്രം അടുത്ത ദിവസം തന്നെ പുറത്തുപോയി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും. പിന്നെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് സർക്കാരിന്റെ ഒരു പ്രവർത്തന മാർഗമല്ലേ. വരുമാനം ഉണ്ടാക്കേണ്ട ഒരു സർക്കാരിന്റെ പ്രവൃത്തിയില്ലേ. ആ സർക്കാർ ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് നടപ്പാക്കുക എന്ന് ചോദിച്ചാൽ നടപ്പാക്കി തുടങ്ങട്ടെ. നടപ്പാക്കി തുടങ്ങിയ ഒരു 6 മാസം എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് മത്സരാഭിപ്രായം നിങ്ങൾക്ക് അന്നേരം വെളിപ്പെടുത്താം. പിന്നെ നല്ല കേന്ദ്ര സംസ്ഥാന ബന്ധം ആണ് ഈ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ എല്ലാറ്റിനും സമരം എന്ന നിലപാടില്ല. വളരെ കൃത്യമായി കേരളത്തിന് കിട്ടേണ്ട അവകാശങ്ങളും അധികാരങ്ങളും അത് ചർച്ച ചെയ്ത് അതിലേക്കൂടി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമാണ് കേരള മന്ത്രിസഭ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയിലും കേരളത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ഈ പുതിയ സർക്കാർ ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല ബന്ധത്തിൽ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണോ ഫെഡറൽ സംവിധാനത്തിൽ ഈ സംസ്ഥാനത്തിന് നമുക്ക് കിട്ടാനുള്ളത്, ആ കിട്ടാനുള്ളത് നേടിയെടുക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ജനക്ഷേമ പദ്ധതികൾ, മറ്റ് പെൻഷൻ പദ്ധതികൾ, അങ്ങനെയുള്ള നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും സംവിധാനങ്ങളൊക്കെ വളരെ മുൻകൂട്ടി തന്നെ പൊതുവെ യാത്രയ്ക്ക് മുമ്പേ തന്നെ VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷം വിശാലമായ ചർച്ച ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള യാത്രയിൽ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച്, കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായ ചർച്ചകൾ നടത്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കി തുടങ്ങുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ജനങ്ങളുടെ ആശയ അഭിലാഷങ്ങൾ നടപ്പിലാക്കുന്ന തരത്തിൽ, ജനങ്ങൾക്ക് മേലെ ഒന്നും തന്നെ അടിച്ചേൽപ്പിക്കാതെ ആശയാഭിലാഷങ്ങൾ നടപ്പിലാക്കുന്ന തരത്തിൽ ഒരു സൗഹൃദ സംസ്ഥാനമായി, ജനങ്ങളുമായി സൗഹൃദത്തിലുള്ള ഒരു സംസ്ഥാനമായി നല്ല നിലയിൽ ഭരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിനെ കുറിച്ച് UDF നല്ല ടീം UDF എന്നാണ് ഇതിന്റെ പേര് തന്നെ, നല്ല ടീം ഈ മന്ത്രിസഭയിലുണ്ട്.
അതുകൊണ്ട് തന്നെ കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ UDF മന്ത്രിസഭയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പ്രതീക്ഷിച്ചതൊക്കെ നടപ്പാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട അവസരം വരില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മന്ത്രിസഭ ഞങ്ങളോട് പ്രതിപക്ഷത്തോട് സ്വീകരിച്ച നിലപാടായിരിക്കില്ല കേരളത്തിന്റെ ഇന്നത്തെ ഭരണകൂടത്തിൻ്റെത് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ ഇന്നത്തെ ഭരണകൂടം പ്രതിപക്ഷവുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുക. പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന സ്വഭാവമില്ല. നിയമസഭയിലായാലും പുറത്തായാലും ആ ചർച്ചകൾക്ക് അവസരം കൊടുക്കുന്ന തരത്തിലായിരിക്കും മുഖ്യമന്ത്രിയുടെ സമീപനം എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ കേരളയിലെ സമരവും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സമരവും ഒക്കെയായി കേരളത്തിന്റെ റോഡുകളിൽ സമരവുമായി ജനാധിപത്യത്തിൽ കരിങ്കൊടി പിടിക്കുന്നത് പുതിയ സംഭവമൊന്നല്ല. ആ സമരങ്ങളുമായി റോഡിലിറങ്ങിയപ്പോൾ അത് സുരക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് അപമാനിച്ച മുൻ മുഖ്യമന്ത്രിയുടെ അനുഭവം ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ജനങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായ ഒരു സമരം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിനെ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. ചർച്ചകളും തീരുമാനങ്ങളും പിന്നീട് വരും. പക്ഷെ അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ടു. ജനങ്ങൾക്കെതിരെ രാത്രി ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുക എന്നത് UDFന്റെ ലക്ഷ്യമല്ല എന്നതുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ CP ഷൈജൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ കനത്ത തോൽവിയാണ് ഇത്തവണ LDFന് ഉണ്ടായത്. ഈ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ, തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ CPM-ലായാലും ശരി CPI-ലായാലും ശരി യോഗങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ്. എളുപ്പത്തിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ LDFനുണ്ടോ? ഇനി നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു സാധ്യത 2029 ലോക്സഭ തെരഞ്ഞെടുപ്പാണ്. 3 വർഷമുണ്ട്. 3 വർഷമേ ഉള്ളൂ. കാരണം 35 സീറ്റ് മാത്രമാണ് ഇത്തവണ LDF ലഭിച്ചത്. വലിയ ആഘാതം തന്നെയാണ് ഇത്തവണ LDFന് ഈ തെരഞ്ഞെടുപ്പിനുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും തിരിച്ചു വരാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ടോ LDFന്? തീർച്ചയായും ഞങ്ങൾ ഇതിനേക്കാൾ വലിയ പരാജയം ഏറ്റുവാങ്ങി അതിനെയെല്ലാം അതിജീവിച്ച് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് വീണ്ടും അധികാരത്തിൽ വന്ന മുന്നണിയാണ്. 40 സീറ്റ് ഒരു ഘട്ടത്തിൽ 91 തീർന്നുപോയി. അന്ന് കേരളത്തിലെ ആന്റണി കേരളത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സന്ദർഭത്തിൽ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആന്റണി അന്ന് പറഞ്ഞത് എന്താ? കമ്മ്യൂണിസം അവസാനിച്ചിരിക്കും, ഇനി 100 വർഷക്കാലത്തേക്ക് ഇതിന് തിരിച്ചു വരാൻ കഴിയില്ല. എന്നാൽ ആന്റണിയെ പരാജയപ്പെടുത്തി കേരളത്തിൽ LDF അധികാരത്തിൽ വന്നു. വലിയ പരാജയമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എല്ലാ പാർലമെന്റ് സീറ്റും പോകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനെയെല്ലാം അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ തുടർന്ന് ഓരോ ഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ 10 വർഷക്കാലം കേരളത്തിലെ LDF അധികാരം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ MP അരവിന്ദാക്ഷൻ അവസാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ പോലീസ് നിങ്ങൾ അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ ആന്റണി അധികാരത്തിലിരുന്ന സന്ദർഭത്തിലാണ് മുത്തങ്ങയിലെ പാവങ്ങളെ അവിടെ തല്ലിച്ചതച്ച് വെടിവെച്ച് ജോഗി എന്ന ഒരു ആദിവാസിയെ വെടിവെച്ച് വന്നു. ഇതൊന്നും മറന്നുപോകണ്ട, ഈ ചരിത്രമൊന്നും മറന്നുപോകല്ല ശ്രീ MP അരവിന്ദാക്ഷൻ. പോലീസ് നരവേട്ട, എത്ര അനുഭവങ്ങൾ കേരളത്തിനകത്ത് UDF അധികാര സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. മറ്റതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പോലീസ് എല്ലാ കാലത്തും ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണം, അങ്ങനെ മർദ്ദനോപകരണമായ ആ പോലീസിനെ നേരായ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം. നിങ്ങളുടെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ആന്റണിയുടെ കാലത്ത് പോലീസ് നരനായാട്ടായിരുന്നില്ലേ? ആളുകളെ കശാപ്പ് ചെയ്യല്, കൊല്ലുകയല്ലേ, മർദ്ദിക്കുകയല്ലേ? എത്ര ചെറുപ്പക്കാർ, എത്ര വിദ്യാർത്ഥികൾ, വനിതകൾ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെ കേരളത്തിന്റെ സമരം നടത്തിയ ആളുകളെ അനുഭവമുള്ള ചരിത്രമുള്ള ഒരു പാർട്ടിയുടെ ആളുകൾ വീണ്ടും അധികാരത്തിൽ വന്ന അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങള് ആ നിലയിലല്ല ആ വിഷയത്തെ സമീപിക്കുന്നത്. തീർച്ചയായും തുറന്ന മനസ്സോടെ ഞങ്ങൾക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ച് ഇപ്പൊ അടിസ്ഥാന പശ്ചാത്തല മേഖലയിലെ വികസനം എത്രയാണ്? കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അടിസ്ഥാന പശ്ചാത്തല മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വികസന പ്രക്രിയ അത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് മായ്ക്കാൻ കഴിയും. ഇപ്പോ ഒരു ഘട്ടത്തില് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ ശ്രീമാൻ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക ഘടന ശക്തിപ്പെടുത്തണം. അതിന് ശക്തിപ്പെടുത്തുമ്പോ അതിന് വേണ്ട മാർഗം എന്താ? ഞങ്ങളോട് പറഞ്ഞത് 25,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്, നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. നിങ്ങൾ പിരിക്കുവോ? 25,000 കോടി രൂപ കുടിശ്ശിക പിരിക്കാനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ സൂചിപ്പിച്ചത്.
അതിന് മറുപടി പറയും, അതിന് അഡ്രസ് ചെയ്യോ? IGST എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കേരളത്തിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോമസ് ഐസക്കോട് പറഞ്ഞല്ലോ. ആ കാര്യത്തിനകത്ത് ഇപ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും? കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം എന്താ ശത്രുതാപരമായ നിലപാടല്ലേ? ഫെഡറൽ സംവിധാനത്തോട് എടുക്കുന്ന സമീപനാണോ കേരളത്തോട് സ്വീകരിച്ചത്? എന്തിനേറെ പറയുന്നു, വയനാട്ടിലെ ചൂരൽമലയിൽ ദുരന്തമനുവ് വന്നപ്പോ ഒരു ചില്ലി കാശ് കൊടുക്കാൻ തയ്യാറായോ കേന്ദ്ര ഗവൺമെന്റ്? ഇവിടെ ഗിമ്മിക്ക് കാണിക്കല്ലേ? അവിടെ പ്രധാനമന്ത്രി വന്ന് ഒരു പൊന്നുമോളെ ഉമ്മ വെച്ചത് കൊണ്ട് മാത്രം ഫോട്ടോഷൂട്ട് മാത്രം നടത്തി കേരളത്തിന്റെ ഈ കാര്യത്തിനകത്ത് നിലപാട് BJP ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് സ്വീകരിക്കേണ്ട സമീപനമാണ് സ്വീകരിച്ചത്. GST വിഹിതത്തിനകത്ത് നമുക്ക് കിട്ടേണ്ട നിരവധിയായ അർഹതപ്പെട്ട ആ നികുതി ബോർഡ് കേന്ദ്രവും ഫെഡറൽ സംവിധാനത്തിനകത്ത് എങ്ങനെയാണോ നിലപാട് സ്വീകരിക്കേണ്ടത്, വരുമാനത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണോ സമീപനം സ്വീകരിക്കേണ്ടത്, അതിനെയെല്ലാം തുരങ്കപ്പെടുത്തുന്ന, അതിനെയെല്ലാം അകറ്റുന്ന സമീപനാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ ഭാഗമാണല്ലോ PMC. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഈ വിഷയത്തിനകത്ത് സമീപനത്തെ കുറിച്ച്, ആ നയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം എന്താ? ചാതുർവർണ്ണാധിഷ്ഠിത വിദ്യാഭ്യാസം രാജ്യത്തിനകത്ത് കൊണ്ടുവരും എന്നാണ് RSS പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ RSSന്റെ അതേ നയം നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ചാതുർവർണ്ണ വ്യവസ്ഥയെ, വിദ്യാഭ്യാസം നേടുന്ന ആളുകൾക്ക് അവന്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണം എന്ന് പറയുന്ന സാമൂഹ്യ ഘടനയെ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു തത്വസംഹിതയുമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരു ഭരണകൂടത്തിന്റെ ഒരു സംവിധാനത്തെ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ അവിടെ തീർച്ചയായും പണത്തിന്റെ മാത്രം കാര്യമല്ലല്ലോ, ഒരു സമൂഹത്തെ, ഒരു ജനതയെ, ഒരു ആധുനിക സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. അവിടെ എന്നാൽ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണം എന്ന് പറയുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയെ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം എന്തെല്ലാം പഠിപ്പിക്കുന്നത്? പുഷ്പക വിമാനം ഇപ്പോൾ ഉണ്ടായല്ല, രാമന്റെ കാലത്ത് രാമായണത്ത് പറഞ്ഞതുപോലെ പുഷ്പക വിമാനത്തെ കുറിച്ച് ആധുനിക ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലയില് ഗണപതിയുടെ മൂക്കിന്റെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ പണ്ട് കാലത്തെ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം പൗരാണിക കാലത്തെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ പുതിയ കുട്ടികളെ, നമ്മുടെ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ഘടനയെ, വിദ്യാഭ്യാസ ഘടനയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് PMC. തീർച്ചയായും കോൺഗ്രസ് BJPയുടെ കൂടെയാണ്. നമ്മൾ കണ്ടല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം, കർണാടകത്തിലായാൽ തെലങ്കാനയിലായാൽ PMC നടപ്പിലാക്കുകയാണ്. നിങ്ങൾ BJPയുടെ രണ്ടാം പാർട്ടി കേരളത്തിലും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു ശ്രീ CP ഷൈജൻ. CPI ഒക്കെ തന്നെ എതിർത്തതോടെയാണ് അതിൽ നിന്ന് പിൻവാങ്ങിയത്. ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്കുള്ള താല്പര്യം PMC വിഷയത്തിനകത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണം. അപ്പൊ തീർച്ചയായും PMC കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ CPI ഒക്കെ തന്നെ, ഘടകകക്ഷിയായ CPI ഒക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ അതിൽ നിന്ന് പിൻവാങ്ങിയത്. മുന്നോട്ട് പോകും എന്നുള്ളതാണ് സമീപനാണ് കേരളത്തിലെ പ്രതിപക്ഷം എടുക്കുക അത്തരം വിഷയങ്ങളിലെല്ലാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ AV സനൽ, ഈ കേരളത്തിൽ 3 സീറ്റ് ലഭിച്ചതിന് പിന്നാലെ വലിയ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചിട്ടുണ്ട് BJP എന്നാണ് പൊതുവെ ജനങ്ങൾ പറയുന്നത്. കാരണം ബംഗാളിൽ ഇത്തവണ നിങ്ങൾ ഭരണം പിടിച്ചിട്ടുണ്ട്. 2016 ബംഗാളിൽ ഇതേ രീതിയിൽ 2-3 സീറ്റുകളിൽ മാത്രമായിരുന്നു BJP ജയിച്ചിരുന്നത്. 2021 അവിടെ പ്രതിപക്ഷമായി BJP ഉയർന്നു. 2026 ഇപ്പോൾ ഭരണം പിടിച്ചു ബംഗാളിൽ. ഇപ്പോൾ കേരളത്തിൽ 3 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. വലിയ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചോ BJP? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളും BJPയുടെ കീഴിലാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരാണ് അവിടങ്ങളിലേക്ക് ഭരിക്കുന്നത്. കേവലം 4-5 സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി വരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന്
എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ സൈജൻ ചേട്ടനെയും അതുപോലെ തന്നെ അരവിന്ദാക്ഷൻ ചേട്ടനെയും ഞാൻ ഇതിൽ അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹം പറയുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും അതിന്റെ സംവിധാനത്തെ കുറ്റം പറയുന്ന കാലമൊക്കെ അങ്ങ് മാറിപ്പോയി എന്നാണ് നിങ്ങളോട് രണ്ടാളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ RSSനെ നിങ്ങൾ അധിക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ RSSന്റെ നേതൃത്വത്തിലുള്ള RSSന്റെ അജണ്ട, അതുപോലെ തന്നെ RSSന്റെ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന RSSന്റെ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഒരു സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മഹാരാജ്യം ഈ കഴിഞ്ഞ 12 വർഷങ്ങളായി ഭരണം നടത്തുന്നത്. അവിടെ നടപ്പിലാക്കുന്ന ജനോപകാരപ്രദപരമായ വികസന പദ്ധതികളും യാഥാർത്ഥ്യങ്ങളുമാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളിവിടെ നടപ്പിലാക്കിയത് എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് 3ാമത്തെ ടേമിലും ഈ ഭരണത്തിലേറാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ട് നടത്തിയ ഷൈജൻ സാർ പറഞ്ഞ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തിയാൽ ഞങ്ങൾക്കുള്ള ഈ സംസ്ഥാനങ്ങൾ ഭരിക്കാൻ പറ്റില്ല. നിങ്ങൾ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ രാജ്യം ഭരിച്ച പാർട്ടികളാണ് CPI. 32 സീറ്റിൽ കേരളത്തിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? ബംഗാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ഓഫീസ് തുറക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതുകൊണ്ട് മാത്രമാണ് CPMന്റെയും CPIയുടെയും ഓഫീസുകൾ അവിടെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസുകാരന്റെ ഓഫീസ് തുറന്നു കൊടുത്തിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA പോയി ഇന്നലെ ബംഗാളിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ചെറിയൊരു ഉദാഹരണം മാത്രം. നിങ്ങൾക്ക് ഈ ഭാരതത്തിന്റെ സംരക്ഷണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബാധ്യതയാണ്. അതിന്റെ ഉദാഹരണമാണ് സീരിയസ് ഇന്റൻസീവ് റിവിഷൻ എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപ്പിലാക്കിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലും ഹോട്ടൽ മേഖലയിലും വന്നിരിക്കുന്ന ഒരു വലിയ അമാന്തവും പ്രശ്നങ്ങളും എന്താണ്? ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശികളായ തൊഴിലാളികൾ ബംഗാളിൽ SIRന് പോയതിനു ശേഷം തിരിച്ചു വരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്ന് വരുമ്പോൾ രാവിലെ ഒരു ഹോട്ടലിൽ പോയി ചായ പിടിക്കാൻ പോയ അവസ്ഥയിൽ അവർ പറയുന്നത് അവിടെ പോയ ബംഗാളികൾ തിരിച്ചു വന്നില്ല എന്നാണ്. അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇവിടുന്ന് പോയ ബംഗാളികൾക്ക് അവിടെ പണി കിട്ടിയത് കൊണ്ടല്ല. ഇവിടെ ഇത്രയും കാലം ഉണ്ടായ 90% അതിഥി സംസ്ഥാന തൊഴിലാളികൾ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ അതിഥി തൊഴിലാളികൾ ആസാമിലെയും ബംഗാളിലെയും ജനതയായിരുന്നില്ല, മറിച്ച് ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ സംവിധാനമായിരുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയാറ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ രക്ഷിക്കുക, ഈ രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ നയം രൂപീകരിക്കുക, ഈ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക, ഈ രാജ്യത്തെ ഗതാഗത സംവിധാനം പൂർത്തിയാക്കുക, ഈ രാജ്യത്തെ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുക, ഈ രാജ്യത്ത് വികസനോന്മുഖമായ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റും സംവിധാനവും ഉള്ളത് കൊണ്ടാണ് ഇന്ന് റോഡ്, റെയിൽ, തുരങ്ക പാത പദ്ധതികൾ പക്ഷേ ശ്രീ AV സനിൽ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച LDF സർക്കാർ പറയുന്നത് ഒരു സഹായവും BJPയുടെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാരിന് ഒരു സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്. വയനാട് ദുരന്തത്തിന്റെ ഒക്കെ തന്നെ നേരത്തെ CP ഷൈജൻ സൂചിപ്പിച്ചു, ഒരു സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതേ രീതിയിൽ മുന്നോട്ട് പോയിരുന്നാൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക? അതിൽ ഞാൻ പറയുന്നത് CPIക്കോ ഷൈജൻ സാറിനോ പറയാൻ ഒരു അധികാരവുമില്ല. ഇതിനു മുൻപ് നടന്നിരുന്ന പ്രളയ ദുരന്ത സമയത്ത് കേന്ദ്ര ഗവൺമെന്റുകൾ സഹായിച്ചിരുന്ന പദ്ധതികളും അതിന്റെ അക്കൗണ്ടബിലിറ്റിയും പിണറായി വിജയനും ഈ ഗവൺമെന്റും അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതിനു മുൻപുണ്ടായ പ്രളയ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പദ്ധതികള്, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സഹായധനവും അതുപോലെ തന്നെ സംവിധാനങ്ങളും അതിന്റെ അക്കൗണ്ട് ചെയ്ത് കൊടുത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. മറ്റു സംസ്ഥാനങ്ങളിലും ദുരന്തം വന്നപ്പോ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു ന്യായം, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേറെ ന്യായം എന്നല്ലേ നമ്മൾ കണ്ടത് കഴിഞ്ഞ 10 വർഷം. ശ്രീ MP അരവിന്ദാക്ഷൻ, ഇത്തവണ 100-ലധികം സീറ്റ് ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ UDF അവകാശപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് VD സതീശൻ ഉൾപ്പെടെ അത്രയധികം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് വരെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അത് ശരിവയ്ക്കുന്ന രീതിയിൽ 102 സീറ്റ് നേടി UDF അധികാരത്തിലേറുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് കണ്ടത് ദിവസങ്ങളോളം
ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കുകയാണ്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ UDF-നോട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, അത് UDF നേതൃത്വം തന്നെ, കോൺഗ്രസ് നേതൃത്വം തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് KPCC പ്രസിഡന്റ് തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം. ഈ വിഷയങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ദിവസങ്ങളോളം നീണ്ട ഈ ചർച്ചകളിലേക്കൊക്കെ തന്നെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ നിങ്ങൾ പ്രധാനമായും ഉയർത്തി കാണിച്ച രണ്ട് നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് KC വേണുഗോപാൽ കൂടി ഈ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് ഇടം പിടിക്കുന്നത്. സ്വാഭാവികമായും ജയിച്ച് MLA ആയവർ തന്നെയല്ലേ മുഖ്യമന്ത്രി ആകേണ്ടത്? ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പ് ഉണ്ടാക്കിയില്ലേ കോൺഗ്രസ് നേതൃത്വം? ഒരു കാലത്തും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി മത്സരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരെയും പ്രഖ്യാപിച്ചിരുന്നില്ല കോൺഗ്രസ്. പിന്നെ കേരളത്തിലെ ഇന്നലത്തെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ശ്രീ അരവിന്ദാക്ഷൻ, ജനങ്ങൾ കാണുന്നുണ്ട് കൃത്യമായി. VD സതീശനാവാം, രമേശ് ചെന്നിത്തലയാകും. പക്ഷേ KC വേണുഗോപാലിന്റെ പേര് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് ഉയർന്നു കാണുന്നത്. അദ്ദേഹം പുറത്തുനിന്ന് വന്ന ഒരാളല്ല, അദ്ദേഹം കേരളത്തിലെ തന്നെ നേതാവാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം നിയന്ത്രിച്ചത്. ഹൈക്കമാൻഡ് പ്രതിയായി അദ്ദേഹം അത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ശ്രീ MP അരവിന്ദാക്ഷൻ, അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കേന്ദ്രത്തിലെ കാര്യങ്ങൾ നോക്കേണ്ട അദ്ദേഹം കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകുന്നത് എന്തിനാണെന്നാണ് ജനങ്ങൾ ചോദിച്ചത്. അങ്ങനെ ഒരു വിഷയം വരുന്നില്ല ജനങ്ങൾക്കിടയിൽ. അങ്ങനെ ഒരു ചർച്ചയിൽ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ വിഷയങ്ങൾ എപ്പോഴും ജനാധിപത്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പാർട്ടി, ജനാധിപത്യ. പിന്നെ എങ്ങനെയാണ് ശ്രീ MP അരവിന്ദാക്ഷൻ, മുഴുവൻ നേതാക്കളും മുഴുവൻ MLA-മാരും ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്? അത് ജനവികാരം കൊണ്ടല്ലേ? അതാണ് പറയുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നതാണ്, അവസാനം എടുക്കുന്ന തീരുമാനമാണ് കോൺഗ്രസിന്റെ അവസാനത്തെ തീരുമാനം. അതിനിടെ നടക്കുന്ന ചർച്ചകളോ അതിനിടെ നടക്കുന്ന വിവാദങ്ങളോ പരസ്യ പ്രസ്താവനകളോ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തീരുമാനത്തിന്റെ ഭാഗമാകാറില്ല. തീരുമാനം എന്നത് നിരവധി ചർച്ചകളും നിരവധി പ്രഖ്യാപനങ്ങളും നിരവധി പരാതികളും പരിഭവങ്ങളും ഒക്കെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാലും മറ്റു പാർട്ടി ഭാരവാഹിത്വത്തിലും മന്ത്രിസഭയിലും ഒക്കെ അത്തരം ചർച്ചകളൊക്കെ സ്ഥിരമായി നടക്കാറുണ്ട്. അതൊരു പുതുമയുള്ള കാര്യമല്ല കേരളത്തിലെ കോൺഗ്രസ്. ഇപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന അവസാന തീരുമാനം എന്താണ്? ആ തീരുമാനം മാത്രമേ കേരളത്തിലെ കോൺഗ്രസിന് അവസാനത്തെ തീരുമാനം. ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പിൽ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഇരുത്തി ഹൈക്കമാൻഡ് നിരവധി നേതാക്കന്മാർ ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ചർച്ചയിൽ പങ്കെടുത്തു. ആ പരിഹാരം കഴിഞ്ഞു മുഖ്യമന്ത്രിയായി വന്നു. ജനങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചു. അതിനുശേഷം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഇന്നലെ നിങ്ങൾ പറഞ്ഞ അതേ ജനങ്ങൾ, ലക്ഷക്കണക്കിനായ ജനങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സന്തോഷം പങ്കിട്ടു. കേരളം മുഴുവൻ ആഹ്ലാദത്തിലാണ്. അതിനുശേഷം നടന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ കേരളത്തിൽ അതിനേറെ ആഹ്ലാദത്തിലാണ്. ഇന്ന് ജനങ്ങൾക്കിടയിൽ UDF-ന്റെ പേരിൽ ഒരു വിഷയങ്ങളുമില്ല, പ്രശ്നങ്ങളുമില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള തർക്കങ്ങളെല്ലാം കഴിഞ്ഞു. അതൊക്കെ ജനാധിപത്യത്തിൽ ദിവസങ്ങൾ ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന, മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ ചർച്ചകൾ സ്വാഭാവികമാണ്. ആ രീതിയിൽ അതിനെ കാണുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ 100% ഹാപ്പിയാണ്. ശരി, സമയക്കുറവുകൊണ്ടാണ് ഒരൊറ്റ ചോദ്യം കൂടി. ഈ 5 വർഷക്കാലവും VD സതീശൻ തന്നെയായിരിക്കുമോ മുഖ്യമന്ത്രി? 5 വർഷക്കാലം വിളിച്ചത് മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന ഏർപ്പാടൊന്നും കോൺഗ്രസിലില്ല. 5 വർഷക്കാലം അങ്ങനെ കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴത്തെ നിലയിലും അങ്ങനെയില്ല. 5 വർഷക്കാലം തന്നെ KC വേണുഗോപാൽ തന്നെയാണല്ലോ അത് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഇനി VD സതീശൻ ഭരിക്കും. അത് 5 കൊല്ലത്തേക്കാണ്, അല്ലാതെ തെരഞ്ഞെടുപ്പ് മധ്യത്തിൽ വെച്ച് മാറ്റുന്ന ഏർപ്പാടില്ല. 5 കൊല്ലത്തേക്ക് തന്നെയാണ്. ഹൈക്കമാൻഡ് ആ തീരുമാനം എടുത്തല്ലോ. പിന്നെ അതിന്റെ മറു ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ നേരത്തെ ഇവിടെ BJP പ്രതിനിധി CPI പ്രതിനിധി തമ്മിൽ തർക്കിക്കുന്നതാണ്. BJP പ്രതിനിധി CPI പ്രതിനിധി തർക്കിക്കുമ്പോൾ കേരളത്തിലെ ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ പ്രതിപക്ഷം ഭരിക്കുന്നു. ആ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച നിലപാടല്ല കേരളത്തോട് കാണിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. കോൺഗ്രസ് ഒരിക്കലും വരരുത് കേരളത്തിൽ എന്ന നിലയിൽ പിണറായി വിജയൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളും അഴിമതികളും സ്വജനപക്ഷപാതവും കുടുംബാധിപത്യവും ഒക്കെ കേരളത്തിൽ നടന്നപ്പോൾ ഇതിനെതിരെയൊക്കെ അന്വേഷണം പ്രഖ്യാപിക്കും. 4 ദിവസം കേരളത്തിൽ വന്ന് ട്രെയിനിറങ്ങി കുറെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ നിന്ന് വട്ടം ചുരുങ്ങി നടക്കും. അത് കഴിഞ്ഞ് 5ാമത്തെ ദിവസം പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനത്തോടെ എല്ലാം പരിഹരിക്കപ്പെടും. ഇവർക്ക് ചിദംബരത്തിനെ പിടിച്ചകത്തിടാൻ, DK ശിവകുമാറിനെ പിടിച്ചകത്തിടാൻ, അങ്ങനെ ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ പിടിച്ചകത്തിടാൻ കാണിച്ച ധൃതിയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ കേന്ദ്രത്തിലെ മോഡി സർക്കാർ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനോട് നിലപാട് സ്വീകരിച്ചിട്ടില്ല.
അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യം കൂടി ആ ചർച്ചയിൽ പങ്കാളികളാക്കണമായിരുന്നു. ശരി ശരി, സമയക്കുറവുണ്ട് ശ്രീ എം പി അരുൺദാഷൻ, അതുകൊണ്ടാണ്. ശരി, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മാത്രം കേന്ദ്രത്തിലെ സർക്കാരിനെ ആശ്രയിക്കുകയും കേരളത്തിന്റെ ജനകീയ വിഷയങ്ങൾ, കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾ, അത്തരം വിഷയങ്ങൾ കൂടി ആ സമയങ്ങൾ ചർച്ച ചെയ്ത് അനുകൂലമായി തീരുമാനമെടുത്ത് ആ ഗവൺമെന്റിന്റെ സൗകര്യം നേടി കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടുകൾ കൊണ്ടുവന്ന് സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തുന്നതിന് പോലും സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്തായാലും നിരക്കേണ്ടില്ല. എന്റെ നിലയും എന്റെ കുടുംബവും എന്റെ നിലയും മാത്രം തൃപ്തികരമായ രീതിയിൽ പോയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേരളത്തിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാകാൻ കാരണം. രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയെ കുറിച്ചും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രസ്താവിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദേശത്ത് പോകണ്ട, വാഹനം വാങ്ങണ്ട, പെട്രോൾ അടിക്കണ്ട, ഡീസൽ അടിക്കണ്ട, ഒരു കാര്യത്തിലും പോകണ്ട, ജനങ്ങളെല്ലാവരും വീട്ടിലിരുന്നാൽ മതിയെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, സമയക്കുറവുകൊണ്ടാണ്. ശ്രീ എം പി അരുൺദാഷൻ ക്ഷമിക്കുക ദയവായി. ശ്രീ CP ഷൈജൻ, ഈ LDFന്റെ തകർച്ച മാത്രമല്ല നിങ്ങൾ ആശങ്കപ്പെടേണ്ടത്, ഇപ്പോൾ BJPയുടെ ഉയർച്ച കൂടി നിങ്ങൾ വളരെ ആശങ്കയോടെ കാണേണ്ടതുണ്ട്. ഇത്തവണ 3 സീറ്റിൽ അവർ വിജയിച്ചു, വലിയ കണക്കുകൂട്ടലും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ AV സനൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാളിലൊക്കെ തന്നെ ഇതേ രീതിയിലാണ് BJP ഉയർന്നു വന്നത്. ഇപ്പോൾ അവിടെ ഭരണം പിടിച്ചിട്ടുണ്ട് BJP. അതിനെ എങ്ങനെയാണ് LDF നോക്കിക്കാണുന്നത്? എം പി അരവിന്ദാക്ഷൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഒരു വർത്താനം പറയാ, കേരളത്തിലെ BJPയുമായി അന്തർധാര കോൺഗ്രസ് ഉണ്ട് എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപിക്ക് 86 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതേതെല്ലാം മണ്ഡലത്തിൽ കോൺഗ്രസ് BJP വോട്ട് വാങ്ങിയിട്ടുണ്ട് അതിനൊക്കെ പരിശോധിക്കുക. ആരാ അണ്ടർസ്റ്റാൻഡിങ്, ആരാ നെക്സസ്, ആരുമായിട്ടാണ് കേരളത്തിൽ BJPയും കോൺഗ്രസുമായിട്ടല്ലേ നെക്സസ്? ഇത് വെറുതെ LDF നെക്സസ് ആണ്, CPM നെക്സസ് ആണ്, CPI നെക്സസ് ആണ് എന്ന് പറയുന്നത് തൽക്കാലം കണ്ണിൽ പൊടിയിടാനുള്ള ഒരു 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 ചക്രത്തിൽ നിങ്ങള് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതാരാ? കോൺഗ്രസ് അല്ലേ? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തിരുന്ന LDF സ്ഥാനത്ത് പോയല്ലോ. നമുക്ക് ഇനിയും വർത്തമാനം പറയാം. BJPയെ വളർത്തുന്നത് കേരളത്തിൽ കോൺഗ്രസ് ആണ്. ആ ഉത്തരവാദിത്തത്തിൽ കോൺഗ്രസ് BJPയുടെ വളർച്ച തടയാൻ LDF ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക അതുകൂടി പറയും. എല്ലാ പ്രതിരോധം നടത്തുന്നുണ്ട്. സർക്കാരുമായി മുന്നോട്ട് പോയാൽ കഴിഞ്ഞ സർക്കാരിനെ BJPയെ ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ LDF ആ നിലപാടുമായി മുന്നോട്ട് പോകും. ആ പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ. മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കാനുള്ള BJPയുടെ വളർച്ചയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ശരി, സമയക്കുറവുകൊണ്ടാണ്. എനിക്ക് BJP പ്രതിനിധികളോട് കൂടി പോകണം. ശ്രീ CP ഷൈജൻ, ശ്രീ AV സനൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് BJPയാണ്. ഇപ്പോൾ ബംഗാളിലും BJPക്ക് ഭരണം ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ ഭരണം നേടുക അത് അത്ര എളുപ്പമാണോ BJPക്ക്? BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അന്തർധാരയുടെ ആവശ്യമില്ല. അന്തർധാര എന്താണ് എന്നുള്ള മഞ്ചേശ്വരവും കാസർഗോഡത്തെ ഫലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരി, ആര് തമ്മിലാണ് അന്തർധാര. ശരി, അതൊക്കെ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു, UDF അധികാരത്തിൽ കയറുകയും ചെയ്തു. ഞാൻ ചോദിച്ച ചോദ്യം, രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഭരിക്കുന്നത്. ഇപ്പോൾ ബംഗാളിലും BJPക്ക് ഭരണം ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ ഭരണം നേടുക അത്ര എളുപ്പമാണോ BJPക്ക്? കേരളത്തിൽ ബംഗാളിൽ നേടിയതിനേക്കാൾ എളുപ്പമാണ് കേരളത്തിൽ നേടാൻ എന്നാണ് പാർട്ടിയുടെ പിന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ പറഞ്ഞത് ഏകദേശം 10 സീറ്റുകളിൽ ഞങ്ങൾ കേരളത്തിൽ 2ാം സ്ഥാനത്താണ്. അത് നേരിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ 3 സീറ്റ് നേടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് 10 സീറ്റ് മാത്രമേ പാർട്ടി പറഞ്ഞിട്ട് 10 സീറ്റിൽ ഞങ്ങൾ 3 സീറ്റിൽ ജയിക്കുകയും 6ഓ 7ഓ സ്ഥാനത്ത് ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. അപ്പൊ അതിന്റെ നമ്മുടെ അതുമായിട്ടുള്ള
അനാലിസിസും അസസിനേഷനും കണ്ടു കഴിഞ്ഞാൽ അസസ്മെന്റും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ അടുത്ത തവണ കേരളത്തിൽ അധികാരം പിടിക്കാനുള്ള ഒരു സംവിധാനമായി ഭാരതീയ ജനതാ പാർട്ടി മാറും. ഇവര് തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവര് രണ്ടുപേരുടെയും LDF-ന്റെയും UDF-ന്റെയും അണികൾ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും ശരി. സമയക്കുറവുകൊണ്ടാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തത് ശ്രീ MP അരവിന്ദാക്ഷൻ, ശ്രീ CP ഷൈജനൊപ്പം AV സനിൽ. പ്രതീക്ഷക്കൊത്തുയരുമോ VDS സർക്കാർ എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം പരിശോധിച്ചത്. കോൺഗ്രസ് പ്രതിനിധി UDF പ്രതിനിധി പറയുന്നത് അതേ രീതിയിൽ തന്നെ ഈ 5 വർഷക്കാലവും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ ജനപ്രിയ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. അതിന് പ്രതിപക്ഷമായ LDF-ഉം പിന്തുണ കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും VD സതീശൻ ഗവൺമെന്റിന് പിന്തുണയൊക്കെ അറിയിച്ച സാഹചര്യത്തിൽ VD സതീശൻ സർക്കാരിന് ജനപ്രിയ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. ഓപ്പൺ ഫോറത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.